അപ്പോൾ ജോബി, നമ്മൾ രണ്ട് കാര്യങ്ങളും കൂടിയുണ്ട്. മോഷനെ പറ്റി പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങളും കൂടി പറയാനുണ്ട്. ഒന്നാമത്തേത് കൈനമാറ്റിക്സ് എന്ന് പറഞ്ഞ ഒരു ഒരു മെക്കാനിക്സിൻ്റെ ഒരു ബ്രാഞ്ചാണ്. നമ്മൾ പറഞ്ഞല്ലോ, ജോബി ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എന്താണ് നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നത് മെക്കാനിക്സിൻ്റെ ഒരു ബ്രാഞ്ച് വെച്ചിട്ടാണ്, അതായത് മോഷൻ മെക്കാനിക്സിൻ്റെ ഒരു ബ്രാഞ്ചാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങുന്നതെന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ബ്രാഞ്ചാണ് ഈ കൈനമാറ്റിക്സ്. ഓക്കെ, കൈനമാറ്റിക്സ് ഡീൽസ് വിത്ത് ദ കോൺസെപ്റ്റ്സ് നെസസറി ടു പ്രിസൈസ്ലി ഡിസ്ക്രൈബ് മോഷൻ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ എന്താണ്, മെക്കാനിക്സ് വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. മെക്കാനിക്സിൻ്റെ ഒരു ബ്രാഞ്ചാണ് കൈനമാറ്റിക്സ്. ഇപ്പോൾ കൈനമാറ്റിക്സിൽ നമ്മൾ മോഷൻ്റെ ഒരു വിവരണം മാത്രമാണ് ചെയ്യാൻ പോണത്. ഇപ്പോൾ ഇവിടെയാണ് നമ്മൾ എന്താ പറയുക, കോൺസെപ്റ്റ്സ്, ഇതിന് വേണ്ടിയിട്ടുള്ള കോൺസെപ്റ്റ്സ് പഠിക്കുന്നത്. എന്തൊക്കെയാണ് അത് കോൺസെപ്റ്റ്സ്? പൊസിഷൻ, ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സലറേഷൻ. ഈ കോൺസെപ്റ്റ്സ് ഒക്കെ നമ്മൾ കൈനമാറ്റിക്സിലാണ് പഠിക്കാൻ പോണത്. പൊസിഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഡിസ്പ്ലേസ്മെൻറ്റ്, അതായത് ഡിസ്പ്ലേസ്മെൻറ്റിനെ ഡിഫൈൻ ചെയ്യുന്നത് പൊസിഷനെ വെച്ചിട്ടാണ്. പൊസിഷൻ എന്താണെന്ന് നമുക്കറിയാം, അതിനെ ഡിഫൈനും ചെയ്യുന്നില്ല, നമുക്കറിയാം എന്താണെന്ന്. അത് ഒരു വസ്തുവിൻ്റെ സ്ഥാനത്തിനെയാണ് പൊസിഷൻ എന്ന് പറയുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റിനെ വെച്ചിട്ടാണ് നമ്മൾ വെലോസിറ്റി ഡിഫൈൻ ചെയ്യുന്നത്. വെലോസിറ്റിനെ വെച്ചിട്ടാണ് നമ്മൾ ആക്സലറേഷൻ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ മാസ് നമ്മൾ കൈനമാറ്റിക്സിൽ മാസിനെ പറ്റി പറയാറില്ല. കാരണം മാസിൻ്റെ ആവശ്യം വരുന്നത് ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ വേറെ ബ്രാഞ്ചിലാണ്. ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ വേറൊരു ബ്രാഞ്ച്. ഡൈനാമിക്സ് അതെന്താ കാര്യം എന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ വിവരണം നടത്തും, മോഷൻ്റെ വിവരണം. അത് കഴിഞ്ഞ ശേഷം നമ്മൾ എന്തുകൊണ്ടാണ് മോഷൻ വരുന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ആൻസർ ചെയ്യാൻ നോക്കും. അതാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. വൺസ് വി ഡിസ്ക്രൈബ് മോഷൻ പ്രിസൈസ്ലി വി ക്യാൻ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് കോസസ് മോഷൻ. എങ്ങനെയാണ് മോഷൻ വരുന്നത്, വാട്ട് കോസസ് മോഷൻ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡൈനാമിക്സിൽ പഠിക്കുന്നത്. വാട്ട് കോസസ് മോഷൻ എന്നുള്ള കാര്യങ്ങളാണ് ഡൈനാമിക്സിൽ പഠിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് മാസിൻ്റെയും ഫോഴ്സിൻ്റെയൊക്കെ ആവശ്യം വരുന്നത്. ഇപ്പോൾ തൽക്കാലം കൈനമാറ്റിക്സ് പഠിക്കുമ്പോൾ മാസിൻ്റെയും ഫോഴ്സിൻ്റെയും ഒന്നും ആവശ്യം വരില്ല. ഈ 4 കോൺസെപ്റ്റ്സിൻ്റെ ആവശ്യം മാത്രമേ വരുന്നുള്ളൂ. ഇതൊക്കെയാണ് നമ്മൾ കൈനമാറ്റിക്സിൽ ഡിഫൈൻ ചെയ്യുന്നത്. എന്നിട്ട് ഇവർ തമ്മിലുള്ള കണക്ഷൻസ് കണ്ടുപിടിക്കും. അതാണ് നമ്മൾ കൈനമാറ്റിക്സിലത്തെ ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ആരാ ഉണ്ടാക്കിയത്? ഇതൊക്കെ വലിയ ആൾക്കാർ, ഗലീലിയോ, ന്യൂട്ടൺ, അതേമാതിരി വലിയ ആൾക്കാരാണ് ഈ കോൺസെപ്റ്റ്സ് ഒക്കെ ഉണ്ടാക്കിയതും ഡിഫൈൻ ചെയ്യുന്നതും. ഇതൊക്കെ പെട്ടെന്ന് ഉണ്ടായതല്ല കേട്ടോ, കാലങ്ങളായിട്ടുണ്ടായതാണ്. ചില കോൺസെപ്റ്റ്സിനെയൊക്കെ തിരുത്തേണ്ടി വന്നു, മാറ്റേണ്ടി വന്നു, അങ്ങനെ. അപ്പോൾ ഇതാണ് ഒരു കാര്യം ഞാൻ പറയേണ്ടതെന്ന് പറഞ്ഞില്ലേ, അതാണ് ഈ കൈനമാറ്റിക്സ് എന്ന് പറഞ്ഞ വിഷയം. ഇനി അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ പോയിന്റ് ഓബ്ജക്ട്സ്. അതായത് നമ്മൾ മോഷനെ പറ്റി പഠിക്കാൻ പോണ വസ്തുക്കളുണ്ടല്ലോ, ഇതെല്ലാ വസ്തുക്കൾക്കും വലിപ്പമുണ്ട് അല്ലേ. നമ്മൾ കാറായാലും ഫുട്ബോളായാലും എന്താ പറയുക, സ്റ്റാറോ ഗാലക്സിയോ എന്തെടുത്താലും അതിന് വലിപ്പമുണ്ട്. അപ്പോൾ അങ്ങനെ വലിപ്പമുള്ള ഒരു വസ്തുവിനെ പറ്റി പഠിക്കുമ്പോഴേ, അതിൻ്റെ മോഷനെ പറ്റി പഠിക്കുമ്പോഴേ
അതിൻ്റെ ഏത് ഭാഗമാണ് നമ്മൾ എടുക്കണമെന്നുള്ള ചോദ്യം വരും. അതിൻ്റെ ആ വസ്തുവിൻ്റെ ഫ്രണ്ട് ഭാഗം എടുക്കണോ, നടുവിലത്തെ ഭാഗം എടുക്കണോ, അവസാന ഭാഗം എടുക്കണോ, അല്ലെങ്കിൽ വേറെ വല്ല ഭാഗം എടുക്കണോ, അതിൻ്റെ മോഷനെ പറ്റി പഠിക്കാൻ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരും. അപ്പോൾ അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ പറയും, നമ്മൾ പഠിക്കാൻ പോണ വസ്തുക്കൾക്ക് ഒന്നിനും തന്നെ വലുപ്പമില്ല എന്ന് പറയും. ഓക്കെ, we deal with point objects or objects with no size because we don't want to worry about how the various parts of a finite body will move. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഒരു വലുപ്പമുള്ള വസ്തു എടുക്കണമെങ്കിൽ, ഒരു കാർ എടുക്കുകയാണെങ്കിൽ ആ കാറിൻ്റെ ഫ്രണ്ട് ഭാഗം എങ്ങനെ മൂവ് ചെയ്യണത്, എങ്ങനെ അതിൻ്റെ നടുവിലത്തെ മൂവ് ചെയ്യണത്, എങ്ങനെ അതിൻ്റെ അവസാനത്തെ ഭാഗം മൂവ് ചെയ്യണം എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരില്ലേ. നമ്മളിപ്പോൾ പഠിക്കാൻ തുടങ്ങിയിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യണമെങ്കിൽ നമ്മൾ പറയും, ഇല്ല, ഞാനിപ്പോൾ തൽക്കാലം വലിപ്പമില്ലാത്ത ഓബ്ജക്ട്സിനെ പറ്റിയിട്ട് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ എന്ന് പറയും. അപ്പോൾ ആറ്റം, ഇലക്ട്രോൺ അതേമാതിരിയുള്ളതോ? ആറ്റം, ഇലക്ട്രോൺ ഒന്നുമല്ല. അതൊക്കെ ചെറിയ വസ്തുക്കളാണെങ്കിൽ അതിന് വലുപ്പമുണ്ട്. പോയിന്റ് ഓബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ വലുപ്പേ ഇല്ല, നോ സൈസ്. ഇതിലെഴുതിക്കുന്നുണ്ടല്ലേ, നോ സൈസ്, സീറോ വലുപ്പം. അപ്പോൾ അങ്ങനത്തെ വസ്തുക്കളെ വെച്ചിട്ടാണ് നമ്മൾ ഈ മോഷനെ പറ്റി പഠിക്കാൻ തുടങ്ങുന്നത്. ഇനി വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അറിയോ, ദോ പോയിന്റ് ഓബ്ജക്ട്സ് ഡോണ്ട് എക്സിസ്റ്റ്. ഞാൻ പറഞ്ഞില്ലേ, ആറ്റം, ഇലക്ട്രോൺ ഒന്നുമല്ല. ഈ പോയിന്റ് ഓബ്ജക്ട്സ് എന്ന് പറയുന്നത് വെറും നമ്മുടെ സങ്കല്പത്തിൽ മാത്രമുള്ള ഒരു സാധനമാണ്, ഇമാജിനറിയാണ്. സോ ദോ പോയിന്റ് ഓബ്ജക്ട്സ് ഡോണ്ട് എക്സിസ്റ്റ്, we will see that for motions that are not rotations, we can replace a body with a point object placed at an appropriate location. എന്ന് പറഞ്ഞാൽ ഓക്കെ, ഇവിടെ ഒരു കാറുണ്ട്. കാറ് ഈ റോഡിലാണ്, സ്ട്രെയിറ്റ് റോഡ്. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ കാറ് ഇവിടെ എത്തി. കാറ് ഇവിടുന്ന് ഇവിടേക്ക് പോയി. അപ്പോൾ കാറിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, കാർ ഒരു വലിപ്പമുള്ളൊരു വസ്തുവല്ലേ. അപ്പോൾ അതിന് പകരം നമ്മളൊരു പോയിന്റ് ഓബ്ജക്ട്സ് വെച്ചിട്ട് ഈ കാറിനെ റീപ്ലേസ് ചെയ്യും. ആ പോയിന്റ് ഓബ്ജക്റ്റ് നമ്മൾ ഈ കാറിൻ്റെ ഏകദേശം ഇവിടെയാണ് നമ്മൾ ആ പോയിന്റ് ഓബ്ജക്ട്സിനെ പ്ലേസ് ചെയ്യണമെന്ന് വെക്കുക. അപ്പോൾ കാർ ഇങ്ങനെ പോകുന്നതിന് പകരം കാറിൻ്റെ ഈ മോഷൻ ഉണ്ടല്ലോ, റെക്റ്റിലീനിയർ മോഷൻ, നമ്മൾ ഈ പോയിന്റ് ഓബ്ജക്റ്റിൻ്റെ മോഷനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പോൾ ഈ പോയിന്റ് ഓബ്ജക്റ്റ് ഇങ്ങനെ പോവാണ്. കുറേ കഴിഞ്ഞപ്പോൾ ആ പോയിന്റ് ഓബ്ജക്റ്റ് എവിടെ ആയിരിക്കും? ആ പോയിന്റ് ഓബ്ജക്റ്റ് ഇവിടെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിലെന്താ പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ പോയിന്റ് ഓബ്ജക്റ്റ് എങ്ങനെ പോയി എന്ന് അറിഞ്ഞാൽ നമുക്ക് കാറ് മൊത്തമായിട്ട് എവിടെ പോയി എന്ന് കണ്ടുപിടിക്കാൻ പറ്റും, ഇല്ലേ? കാരണം എന്താ പറയുക, ഈ കാറിൻ്റെ ഫ്രണ്ട് ഭാഗം ഈ പോയിന്റ് ഓബ്ജക്റ്റ്, നമ്മൾ ഈ പോയിന്റ് ഓബ്ജക്റ്റിനെ കാറിൻ്റെ ഏകദേശം നടുവിലാണ് വെച്ചിരിക്കുന്നത്. ഈ കാറിൻ്റെ ഫ്രണ്ട് ഭാഗം ഉണ്ടല്ലോ, ഈ പോയിന്റ് ഓബ്ജക്റ്റും തമ്മിൽ ഒരു 3/4 മീറ്റർ ഉണ്ടെന്ന് വയ്ക്കുക. ഒരു 3/4 മീറ്റർ അകലത്തിലാണെന്ന് വയ്ക്കുക, 0.75 മീറ്റർ. ഈ കാറ് ഇവിടെ എത്തിയിട്ട് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം എവിടെയായിരിക്കും? അതും 3/4 മീറ്റർ. അതന്നെ. അപ്പോൾ കാറ് ഫൈനൽ ഡെസ്റ്റിനേഷനിൽ എത്തിയതിന് ശേഷവും ഈ അതിൻ്റെ ഫ്രണ്ട് ഭാഗം അതേ ദൂരത്തിലായിരിക്കും, 0.75 മീറ്റർ. അപ്പോൾ കാറിൻ്റെ എല്ലാ പോയിന്റും ഇതേമാതിരി പോയിട്ടുണ്ടാവും. കാറിൻ്റെ എല്ലാ ഭാഗവും ഒരേമാതിരിയല്ലേ പോയിട്ടുണ്ടാവുക. അല്ലെങ്കിൽ കാർ വലിയോ അമുങ്ങോ ഒക്കെ ചെയ്യില്ല. അങ്ങനെ സംഭവിക്കുന്നില്ലല്ലോ, അല്ലേ? നമ്മളിപ്പോൾ തൃശ്ശൂരിൽ നിന്ന് പാലക്കാട് വരെ പോവുകയാണെങ്കിലേ കാറ് അവിടെ എത്തുമ്പോൾ വലിഞ്ഞിട്ടുണ്ടാവില്ലല്ലോ, ഇല്ല, അമുങ്ങിയിട്ടുണ്ടാവില്ലല്ലോ, ഇല്ല. അപ്പോൾ കാറ് പോവുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ പോയിൻറ്റ്സും മൊത്തമായിട്ടാണ് പോണത്. ഓക്കെ, അതായത് ഇതിൻ്റെ റൂഫും ഇതിൻ്റെ അവസാന ഭാഗവും എല്ലാം ഒരേ സ്പീഡിൽ ഒരേ വെലോസിറ്റിയിലാണ് പോണത്. അല്ലാണ്ട് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം വേറെ വെലോസിറ്റി, ഇതിൻ്റെ അവസാനത്തെ ഭാഗം വേറെ വെലോസിറ്റി, അങ്ങനെയൊക്കെ സംഭവിച്ചാൽ ഭയങ്കര തമാശയായിരിക്കും, ഇല്ലേ? അത് കാർ അമുങ്ങ് വലിയൊക്കെ ചെയ്യും. അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ കാറ് മൊത്തമായിട്ട് പോണ കാരണം
നമുക്ക് ഈ കാറിനെ ഒരു പോയിന്റ് ഓബ്ജക്റ്റ് വെച്ചിട്ട് പഠിക്കാം. കാരണം ആ പോയിന്റ് ഓബ്ജക്റ്റിൽ നിന്ന് ബാക്കിയുള്ള എല്ലാ പോയിന്റും എവിടെയാണെന്ന് വെച്ചാൽ അത് അവസാനവും അത് തന്നെ ആയിരിക്കും അല്ലേ. ഈ പോയിന്റ് ഓബ്ജക്റ്റിൽ നിന്ന് ഈ റൂഫ് ഇത്ര ദൂരമാണെന്ന് വെക്കുകയാണെങ്കിൽ തുടക്കത്തിൽ അവസാനവും ഈ പോയിന്റ് ഓബ്ജക്റ്റിന് അതേ ദൂരത്തിലായിരിക്കും ഇതിൻ്റെ റൂഫിൻ്റെ ആ പോയിന്റും അവസാനത്തെ ആ പോയിന്റും എല്ലാം. അപ്പോൾ ഇതേമാതിരിയുള്ള കേസുകളിൽ നമുക്ക് ഒരു വലിപ്പുള്ള ഓബ്ജക്റ്റിനെ പറ്റി പഠിക്കാൻ ഒരു പോയിന്റ് ഓബ്ജക്റ്റ് വെച്ച് പഠിക്കുന്നതാണ് സൗകര്യം ഇല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ബോഡീസ് ഉണ്ടല്ലോ, ഇങ്ങനെ വലിയാത്ത അമുങ്ങാത്ത ബോഡീസ്, ഇതിനെ എന്താ പറയുക, റിജിഡ് ബോഡീസ് എന്ന് പറയും. റിജിഡ് ബോഡീസ്, അങ്ങനെ വലിയാത്ത ബോഡീസ്, അമുങ്ങാത്ത ബോഡീസ്. അപ്പോൾ ഇതേമാതിരി റിജിഡ് ബോഡീസിനെ സംബന്ധിച്ചിടത്തോളം ആ റിജിഡ് ബോഡീൻ്റെ ഇതേമാതിരിയുള്ള മോഷനെ പറ്റി പഠിക്കണമെങ്കിൽ അതിന് പകരം നമുക്കൊരു പോയിന്റ് ഓബ്ജക്റ്റ് ഉപയോഗിച്ചാൽ മതി. പറഞ്ഞ മനസ്സിലായില്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വലിപ്പുള്ള വസ്തുവിനെ റിജിഡ് ബോഡി വെച്ചിട്ട് വലിപ്പുള്ള വസ്തുവിനെ ഒരു പോയിന്റ് ഓബ്ജക്റ്റ് വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇതേമാതിരിയുള്ള മോഷൻ പഠിക്കാൻ നമുക്ക് എല്ലാം ആ മോഷനെ പറ്റി എല്ലാം നമുക്ക് ഈ പോയിന്റ് ഓബ്ജക്റ്റിൻ്റെ മോഷനും കിട്ടും. ഓക്കെ, ഇനി ഇതാ ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ എടുക്കാം. ഇതിപ്പോൾ ഒരു റോക്കറ്റ് എങ്ങനെയുണ്ടെന്ന് വയ്ക്കാം. ഒരു റോക്കറ്റാണ് കേട്ടോ. ആ റോക്കറ്റിനെ നമ്മൾ ഇവിടുന്ന് ഫയർ ചെയ്യണം. അപ്പോൾ റോക്കറ്റ് എങ്ങനെ പോവും? റോക്കറ്റ് ഏകദേശം അങ്ങനെ പോയിട്ട് ഇവിടെ വന്ന് നിൽക്കും, ഇവിടെ വീഴും. ഓക്കെ, ഇങ്ങനെയാണ് പോണത്. അപ്പോൾ ഈ റോക്കറ്റിന് നമ്മൾ ഒരു പോയിന്റ് ഓബ്ജക്റ്റ് അതിൻ്റെ നടുവിൽ ഏകദേശം ഈ റോക്കറ്റിന് പകരം അതിൻ്റെ നടുവിൽ നമ്മൾ ആ പോയിന്റ് ഓബ്ജക്റ്റ്, ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആ പോയിന്റ് ഓബ്ജക്റ്റ് നമ്മൾ ആ റോക്കറ്റിൻ്റെ നടുവിൽ വയ്ക്കും. ഓക്കെ, അപ്പോൾ കുറേ കഴിയുമ്പോൾ ഈ റോക്കറ്റ് ഇതാ ഇവിടെ എത്തും, പിന്നെ ഇവിടെ എത്തും, പിന്നെ നിലത്തിൽ വീഴും. പക്ഷേ ഈ റോക്കറ്റ് എങ്ങനെ പോണത്? ഇങ്ങനെയാണ് പോണത്. ഇതാണ് റോക്കറ്റ് കേട്ടോ, അത് ആരുമല്ല. ഇങ്ങനെയാണ് റോക്കറ്റ് പോണത് അല്ലേ. റോക്കറ്റ് പോണത് ഇങ്ങനെയാണ്. ഇങ്ങനെയാണ് റോക്കറ്റ് പോകണം അല്ലാണ്ട് ഇങ്ങനെ അതേ ആംഗിളിലല്ല എല്ലാവിടെയും അവസാനം എത്തുന്നവരെ അതേ ആംഗിളിലല്ല റോക്കറ്റ് പോകണത്. ഇങ്ങനെ റോക്കറ്റ് ഇങ്ങനെ പോകുമ്പോൾ അതിങ്ങനെ റൊട്ടേറ്റും ചെയ്യുന്നുണ്ട്, അതിങ്ങനെ വളഞ്ഞിട്ട് റൊട്ടേറ്റും ചെയ്യുന്നുണ്ട്. അതേമാതിരിയുള്ള റൊട്ടേഷൻ നമുക്ക് ഈ പോയിന്റ് ഓബ്ജക്റ്റിൽ നിന്ന് കിട്ടില്ല. കാരണം നമ്മുടെ പോയിന്റ് ഓബ്ജക്റ്റിന് വലുപ്പമില്ലല്ലോ. അപ്പോൾ ഒരു വലുപ്പമില്ലാത്ത സാധനത്തിന് റൊട്ടേഷൻ ഉണ്ടോ? ഇല്ല, റൊട്ടേഷൻ ഇല്ല. അപ്പോൾ ഇതേമാതിരി മോഷനെ പറ്റി പഠിക്കാൻ ഇങ്ങനെ റൊട്ടേഷനൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ പോയിന്റ് ഓബ്ജക്റ്റിനെ വെച്ചിട്ട് പഠിച്ചാൽ മാത്രം പോരാ, അത് നമ്മൾ തനിയെ കാൽക്കുലേറ്റ് ചെയ്യണം. തൽക്കാലം നമ്മൾ ഇതേമാതിരിയുള്ള റൊട്ടേഷൻ മോഷൻസൊക്കെ നമ്മൾ പഠിക്കുന്നില്ല. അതായത് റൊട്ടേഷൻ ഇല്ലാത്ത മോഷൻസാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ മോഷൻസിൽ ഒരു വലുപ്പമുള്ള വസ്തുവിനെ ഒരു പോയിന്റ് വസ്തുവായിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്തിട്ട് ആ പോയിന്റ് വസ്തുവിൻ്റെ മോഷൻ പഠിച്ചാൽ നമുക്ക് ആ വസ്തുവിൻ്റെ എല്ലാ പോയിന്റിൻ്റെയും മോഷൻസ് നമുക്ക് കിട്ടും. റൊട്ടേഷൻ ഇല്ലാതിരിക്കുമ്പോൾ. ഇതേമാതിരി റൊട്ടേഷൻ ഉണ്ടെങ്കിൽ ഇതിൻ്റെ റൊട്ടേഷനൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ പോയിന്റ് ഓബ്ജക്റ്റും വെച്ചാൽ കിട്ടില്ല, അത് നമ്മൾ തനിയെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നമുക്ക് മോഷൻ്റെ ഇൻട്രഡക്ഷനിൽ പറയാൻ. അപ്പോൾ ഇതോടുകൂടി മോഷൻ്റെ ഇൻട്രഡക്ഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് മോഷനെ പറ്റി ശരിക്കും പഠിക്കാൻ തുടങ്ങാം. ഓക്കെ.